മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളിവുകേട് പറയുന്ന ഒരാളാണെന്ന് കരുതുന്നില്ല. രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള ആളല്ല. പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് വല്ലാതെ അന്താളിപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇവിടെ നേരത്തെ സഞ്ജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ VD സതീശൻ ഇവർ ഇത്രയും കാലത്തിനിടയ്ക്ക് 5 ലക്ഷം വീടാണ് വച്ചു കൊടുത്തതെന്ന് പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അടക്കം കണക്കെടുപ്പ് നടത്തി ഓരോ മിനിറ്റിലും LDF സർക്കാർ എത്ര വീട് വെച്ചു കൊടുത്തു എന്നുള്ള കണക്കുകളിലേക്ക് വരികയും ചെയ്തു, അവിടെ പൊളിഞ്ഞെടുക്കുകയും ചെയ്തു. ഇവിടെ ചെന്നിത്തല ഇത് പറയുമ്പോൾ ഒരുപക്ഷെ പഴയ UDF കാലങ്ങൾ ഓർത്തെടുക്കാൻ കേരള ജനതയ്ക്ക് ഒരു അവസരം കൂടി കിട്ടി. അതൊരുപക്ഷെ UDFനെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്നതാണ്, കേരളത്തിലെ ജനത ആലോചിക്കുകയാണ്, കഴിഞ്ഞ കാലത്തെ നേരത്തെ പറഞ്ഞ പോലെ റബ്ബ് പറഞ്ഞതുപോലെ ഓണം നേരത്തെ എത്തിയത് കൊണ്ട് പുസ്തകം വൈകി എന്നുള്ള പറയുന്ന ന്യായം, ആ ന്യായവും അന്ന് മലാപ്പറമ്പ് അടക്കമുള്ള ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാനിരുന്നത്, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതുണ്ട് അധ്യാപകർക്ക്, സംസ്ഥാന ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം കിട്ടാതിരുന്ന കാലങ്ങൾ, അവരുടെ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള കാലങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എടുത്തുകൂടി പറയേണ്ടതാണ്. അന്ന് ആൻ്റണി പറഞ്ഞത് കുറച്ച് ദിവസം ഈ സർക്കാർ ഓഫീസുകൾ അടഞ്ഞു വന്നാലും ഒന്നും സംഭവിക്കാനില്ലെന്ന് പറഞ്ഞതെല്ലാം ഇക്കാര്യത്തിൽ ഈ പറച്ചിലിൽ നിന്ന് സ്കൂളുകൾ പൂട്ടുന്നതിനെക്കുറിച്ച്, പാഠപുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർക്കാൻ ചെന്നിത്തല ഒരു അവസരം കൊടുത്തു എന്ന് പറയുന്നതല്ലേ നല്ലത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇപ്പോഴുള്ള ആ വികസനത്തിനെക്കുറിച്ച് ഇവർ വിമർശിക്കാൻ പോയാൽ തീർച്ചയായും UDF കാലം ഓർമ്മിപ്പിക്കപ്പെടും. ഇപ്പോൾ ലൈഫിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു, വിദ്യാഭ്യാസ കാര്യത്തിൽ സംഭവിച്ചു. ഇത് തിരിച്ചറിഞ്ഞാണ് ചില നേതാക്കൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്, പാഠപുസ്തകങ്ങൾ നൽകിയല്ലോ. ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരം നൽകണമല്ലോ. അപ്പോൾ ആ ഉത്തരങ്ങളുടെ ഭാഗമായി അവരുടെ ഉള്ളിലുള്ള ഈ ജനവിരുദ്ധ നയങ്ങളാണ്, ജനവിരുദ്ധ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ഓരോന്നും കാണുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നിങ്ങൾ സുപ്രധാനമായും ചോദിച്ചൊരു ഭാഗമുണ്ട്. ഈ ചിങ്ങം 10-നാണ് ഓണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭൂമുഖത്തെവിടെയും ഓണം നേരിട്ടോ അല്ലെങ്കിൽ നേരത്തെയോ വൈകിയോ വരുന്നതായിട്ട് നമുക്കാർക്കും അറിയില്ല. പക്ഷെ അത്തരം വാദങ്ങൾ പോലും മുൻനിർത്തി കേരളത്തിലെ ജനങ്ങളെ തെറ്റായ വിധത്തിലേക്ക് നയിക്കാനും കള്ളം കൊണ്ട് നേരിടാനും ഇവർ ഒരു ഭരണകാലം മുഴുവൻ ഉപയോഗിച്ചു. ആ ഭരണകാലം മുഴുവനും സർവത്ര മേഖലയിലും അഴിമതിയായിരുന്നു. ആ അഴിമതിയെ ഏത് ഗണത്തിൽ വെച്ച് പരിശോധിക്കുമ്പോഴും ഈ സർക്കാരുമായി തട്ടിച്ചു നോക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയേറെ ദുരന്തമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ നമ്മുടെ ഇടതു സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം നടത്താൻ പോലും ഈ പറഞ്ഞ UDFന് അർഹതയില്ല. അങ്ങനെ ഒരു വിമർശനത്തിന് വഴിയില്ലാത്ത വിധത്തിലാണ് ആ പ്രവർത്തനം നടക്കുന്നത്. നോക്കൂ, ആ കുട്ടികൾ എത്ര സ്നേഹത്തോടുകൂടെ, നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന PCR കാണിച്ചുകൊണ്ടിരിക്കുന്ന എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ പാഠപുസ്തകങ്ങൾ വാങ്ങുന്നത്, എത്ര സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റുവാങ്ങുന്നത്. ഇതൊന്നും കിട്ടാതിരുന്ന ബാല്യം ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നില്ലേ? അന്ന് ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 20ഓ 22ഓ വയസ്സായിരിക്കും. ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ കാലത്തൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ലേ? ആ വിദ്യാർത്ഥികൾ ഇന്ന് കാണുന്നുണ്ട് ഇതൊക്കെ എന്ന് UDF മനസ്സിലാക്കിയാൽ മതി. അവരൊന്നും ഈ നാട് വിട്ടു പോയിട്ടില്ല. അന്ന് പാഠപുസ്തകം കിട്ടാതിരുന്ന, ചത്ത എലിയെ കിട്ടിയ, ഭക്ഷണം കിട്ടാതിരുന്ന, പഠിക്കാൻ കഴിയാതിരുന്ന, കൃത്യമായി ഡെസ്കും ബെഞ്ചും ഇല്ലാതിരുന്ന, ഈ നമ്മുടെ ചോക്കുണ്ടല്ലോ, ചോക്ക് കഷ്ണം, ഇതാണ് ടെസ്റ്റ് ട്യൂബ്, ചോക്ക് കഷ്ണം കാണിച്ച് ടെസ്റ്റ് ട്യൂബെന്നും, ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ മുൻനിർത്തിക്കൊണ്ട് ലോകം മുന്നേറുമ്പോൾ ഈ കേരളത്തിലെ കുട്ടികളെ ചോക്ക് കാണിച്ച് ഇതാണ് ടെസ്റ്റ് ട്യൂബെന്നും, ഇത് ആസിഡ് എന്നും, ഇത് ആൽക്കലീൻ എന്നും വെള്ളം കാണിച്ച് പറ്റിച്ചിരുന്ന UDF കാലത്ത് നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉയരുകയാണ്. 5.5 ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരികയാണ്. 150ഓളം വരുന്ന സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ലിഫ്റ്റ് ടെക്നോളജി ഉൾപ്പെടെയുള്ള ക്ലാസ് മുറികൾ, ബിൽഡിങ്ങുകൾ, എല്ലാവിധ സംവിധാനങ്ങളുമുള്ള, എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുള്ള സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ, ഇത്തരത്തിൽ മാറിയിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇവിടെ വിമർശിക്കുക? അദ്ദേഹത്തിൻ്റെ ബോധ നിലവാരം എത്രത്തോളം താഴോട്ട് പോയിരിക്കുന്നു? കഴിഞ്ഞ 10 വർഷത്തെ അധികാരത്തു നിന്നുള്ള ജനങ്ങളുടെ പുറത്താക്കലിനെ അംഗീകരിക്കാൻ കഴിയാതെ അതിൻ്റെ വിരളിപൂളിൻ്റെ ബാക്കി പത്രമായി ഇന്നവർ ഓരോരോ സർക്കാർ പദ്ധതികളെയും ഇകഴ്ത്തി കാണിക്കാനുള്ള ഇടപെടലാണ് ഇതിൻ്റെയൊക്കെയും ആകെ തുകയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ LDFനെ സംബന്ധിച്ചോളം അനുഗ്രഹമാണ്. കാരണം അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും എന്തായിരുന്നു UDF നയമെന്നും, ഇവരിപ്പോൾ പുതുയുഗം എന്ന് പറയുന്നുണ്ടല്ലോ, ആ യുഗം തിരികെ ഈ പറഞ്ഞ UDF യുഗമാണോ എന്നുള്ളത് ഇവർ വ്യക്തമാക്കണം.
UDFിൻ്റെ പഴയകാല യുഗത്തിലേക്കാണ് ഇവരുടെ യാത്ര എന്നുള്ളത് ഈ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ഒരു സ്വീകരണത്തിൽ സംസാരിക്കുന്നത് കേട്ടു. ഉമ്മൻചാണ്ടിയുടെ കാലത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകണം. ആ കൊണ്ടുപോക്ക് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. കേരളത്തിൽ കൂടുതൽ ദുരന്തത്തിലേക്ക് കേരളത്തെ എത്തിക്കാനുള്ള, ഇനി അപ്പുറത്തേക്ക് ഇവരുടെ സാമ്പത്തിക നയങ്ങളാവട്ടെ സാമൂഹ്യ നയങ്ങളാവട്ടെ എല്ലാ തലത്തിലും സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന നയമാണ്. മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും എന്നുള്ളത് മാത്രമാണ് ഇവരും സംഘപരിവാറും തമ്മിൽ ചില വ്യത്യസ്തതകളുള്ളത്. അത് കേരളത്തിൽ കുറച്ചുകൂടി താതാമ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്നിരിക്കുന്ന ഓരോ വിമർശനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഓരോരോ കാഴ്ചയും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് UDFിനെതിരെയുള്ള ഒരു വലിയ ജനകീയ വികാരമായി ഇതൊക്കെയും മാറും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.